നമസ്കാരം. ലോകോത്തര നിലവാരത്തിൽ രാജ്യത്തിനാകെ മാതൃകയായി ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കയിലെ അതിജീവിതരെ പുനരധിവസിപ്പിക്കുമെന്ന പിണറായി സർക്കാരിന്റെ പ്രഖ്യാപനം പാഴ്വാക്കാകുകയാണോ? മറ്റെല്ലാ പ്രശ്നങ്ങളിലും മൗനം പാലിച്ച ദുരിതബാധിതർക്കെല്ലാം 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകൾ സർക്കാർ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ദുരന്തത്തിന് 1 മാസം തികയുന്ന ദിവസം സർവകക്ഷി യോഗം ചേർന്ന സർക്കാർ നിലപാട് യാതൊരു ഭേദഗതിയും കൂടാതെ അംഗീകരിച്ചപ്പോൾ വയനാട്ടിലെ MLA മാരും മന്ത്രിയും തലകുലുക്കി സമ്മതിക്കുകയായിരുന്നു. എത്ര ലാഘവത്തോടെയും നിസ്സാരമായുമാണ് ഇരകളുടെ ഭാവിയെ കാണുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു ഇത്. ടൗൺഷിപ്പിനെതിരെ വ്യാപകമായ എതിർപ്പുയർന്നെങ്കിലും സർക്കാർ നിലപാടിൽ മാറ്റമുണ്ടായിട്ടില്ല. പുനരധിവാസം ഔദാര്യമല്ലെന്നും അവകാശമാണെന്നും ഉറപ്പുവരുത്തുന്ന നിയമ ഭേദഗതിയെക്കുറിച്ചും പുനരധിവാസം അഴിമതിരഹിതവും കാര്യക്ഷമവുമാക്കാൻ ഒരു മിഷനോ നോഡൽ ഓഫീസറെയോ നിയോഗിക്കണമെന്നും ഉള്ള പൊതുസമൂഹത്തിന്റെ ആവശ്യവും സർവകക്ഷികളും മുഖ്യമന്ത്രിയും മുഖവിലക്കെടുക്കാൻ കൂട്ടാക്കിയിട്ടില്ല. തങ്ങൾ എവിടെ താമസിക്കണമെന്നും എങ്ങനെ താമസിക്കണമെന്നുമുള്ള തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇരകളായവർക്ക് നൽകണമെന്ന ഒരാവശ്യവും ചെവിക്കൊണ്ടിട്ടില്ല. ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാനുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ അതേപ്പറ്റി ഒരക്ഷരം മിണ്ടാട്ടമില്ല. 10ഉം 17ഉം കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട കുടുംബത്തിൽ ഒരാൾ മാത്രം ശേഷിക്കുന്നവർക്കും അച്ഛനും അമ്മയും വിവാഹിതരായ മക്കളും ഒന്നിച്ച് താമസിക്കുന്നവർക്കും ഒരേ മാനദണ്ഡത്തിൽ എങ്ങനെയാണ് പുനരധിവാസമെന്ന് വ്യക്തമാവുന്നതുമില്ല. 5 സെന്റ് മുതൽ ഏക്കർ കണക്കിന് കൃഷിഭൂമിയുള്ളവരുടെ ഭൂലഭ്യത ഉറപ്പുവരുത്താനും സർക്കാർ ശ്രമം തുടങ്ങിയിട്ടില്ല. നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ വിസ്തീർണമല്ലാതെ വീട് നിൽക്കുന്ന സ്ഥലത്തിന്റെ വിസ്തൃതി എത്രയെന്ന് ഇതുവരെ നിജപ്പെടുത്തിയിട്ടില്ല. പുനരധിവാസത്തിന് വേണ്ട ഭൂമി പോലും കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പതിറ്റാണ്ടുകളായി മെഡിക്കൽ കോളേജിനും ഫുഡ് പാർക്കിനുമുള്ള സ്ഥലം കണ്ടെത്താൻ സാധിക്കാത്ത സർക്കാർ എത്ര വർഷമെടുത്താണ് ഭൂമി കണ്ടെത്തുകയെന്ന സംശയമാണ് മുണ്ടക്കൈ ദുരന്തത്തിന്റെ പുനരധിവാസത്തിൽ ഇതോടെ ആശങ്കയുയർത്തി ബാക്കിയാകുന്നത്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നും അവ വീണ്ടെടുക്കണമെന്നും സുപ്രീം കോടതിയും ഹൈക്കോടതിയും വിധിച്ച 1,60,000 ഏക്കർ ഭൂമി വയനാട്ടിലുണ്ട്. കൽപ്പറ്റ ടൗണിനോട് ചേർന്നും ചുണ്ടയിലും മേപ്പാടി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വാസയോഗ്യമായ ഇത്തരം ഭൂമിയുണ്ട്. സർക്കാർ തീരുമാനിച്ചാൽ ദിവസങ്ങൾ കൊണ്ട് ആവശ്യമുള്ള ഭൂമി ഏറ്റെടുക്കാം. ചെറുകിട കച്ചവടക്കാർ, ഡ്രൈവർമാർ, തോട്ടം തൊഴിലാളികൾ, കടകളിൽ ജോലി ചെയ്യുന്നവർ, കൂലിപ്പണിക്കാർ തുടങ്ങിയ 100 കണക്കിന് ആളുകളുടെ പുനരധിവാസം ഉദാരമതികളുടെ കാരുണ്യത്തിന് വിട്ടുകൊടുക്കാതെ പ്രായോഗിക പദ്ധതികൾ ആവിഷ്കരിക്കുകയോ ചെയ്യാൻ ശ്രമം തുടങ്ങാൻ പോലും കൂട്ടാക്കിയിട്ടില്ലെന്ന് പറയുമ്പോഴാണ് പുനരധിവാസം എന്നത് കൂടുതൽ ആശങ്കയുണ്ടാകുന്നത്. പരമ്പരാഗതവും കെടുകാര്യസ്ഥതയ്ക്ക് കുപ്രസിദ്ധവും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചതുമായ കേരളത്തിലെ പുനരധിവാസ മാതൃക തുടരാൻ സർവകക്ഷി യോഗം അംഗീകാരം നൽകിയത് ആരെയും അമ്പരിപ്പിക്കും. വയനാട്ടിലെ മുൻപുണ്ടായ പുനരധിവാസ സംരംഭങ്ങൾ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കരാർ ലോബികളുടെ അവിഹിത കൂട്ടുകെട്ടിലും അഴിമതിയിലും ലക്ഷ്യം കാണാതെ പോയത് ഏവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ താൽക്കാലിക വാടക വീടുകളിൽ അഭയാർത്ഥികളായി താമസിക്കുന്നവർ വഴിയാധാരമാകുന്ന അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പ്രകൃതി സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകുന്നത്. പൊതുസമൂഹത്തിന്റെ നിരന്തര ജാഗ്രതയും സമ്മർദ്ദവും ഉണ്ടായിട്ടില്ലെങ്കിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കാൾ വലിയ മറ്റൊരു ദുരന്തമാണ് സംഭവിക്കാനിരിക്കുന്നതെന്ന് ഇതിനാൽ പ്രകൃതി സംരക്ഷണ സമിതിയുടെ കഴിഞ്ഞ ദിവസം നടന്ന യോഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. N. ബാദുഷ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പങ്കെടുത്ത തച്ചമ്പത്ത് രാമകൃഷ്ണൻ, തോമസ് അമ്പലവയൽ, M. ഗംഗാധരൻ, ബാബു മൈലാമ്പാടി, AV മനോജ്, സണ്ണി മരക്കടവ്, PM സുരേഷ് തുടങ്ങിയ എല്ലാവരും മുണ്ടക്കയിലെ പുനരധിവാസം സംബന്ധിച്ച സർക്കാരിന്റെ ഉറപ്പുകൾ പിണറായി പാലിക്കുമോ എന്ന ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത്.